സുന്നത്തി വൽ ജമാഅ എന്നും അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, അവരെ ശരീരങ്ങളെക്കാൾ തന്നെയും, പിന്നല്ലേ ഭാര്യയും ഉമ്മയും അതേപോലെ തന്നെ മക്കളും, ഇതൊക്കെ പിന്നെ വരുന്ന സംഭവങ്ങളല്ലേ. അപ്പൊ ഭാര്യയേക്കാൾ സ്നേഹിക്കണമെന്ന് പറഞ്ഞിടത്ത് നമ്മളൊരു മസ്അല പറഞ്ഞപ്പോൾ അതിൻ്റെ മേലിലൊക്കെ പിടിച്ച് തൂങ്ങിയിട്ട് നമ്മളെ അങ്ങോട്ട് നശിപ്പിക്കാമെന്നൊന്നും ആരും വിചാരിക്കണ്ട. അതൊക്കെ പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഇമാമിയങ്ങൾ രേഖപ്പെടുത്തി വച്ചതല്ലാതെ നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. ഈ അടുത്ത് വ്യാപകമായി ഇവർ പ്രചരിപ്പിച്ച ഏതോ ഒരു മതയുക്തിവാദി നമ്മുടെ ക്ലിപ്പിട്ടുകൊണ്ട് പറയുന്നൊരു ഭാഗമുണ്ട്. അതുകൂടി പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാം. അതൊക്കെ ഇവന്മാർ ചെയ്യിപ്പിക്കുന്നതാണ്. ഇതൊക്കെ അങ്ങോട്ട് ചെയ്താൽ ഇവർക്കെന്തോ നേടി എന്ന രൂപത്തിലാണ് ഇതൊക്കെ ഉള്ളത്. അതൊന്ന് കേൾപ്പിച്ചു കൊടുക്കും. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓളാണെന്നോട്ടെ, ഹബീബായ തങ്ങൾ കെട്ടാൻ ആഗ്രഹിച്ചു പോയാൽ ആ ഭർത്താവ് ത്വലാഖ് ചൊല്ലൽ നിർബന്ധമാണ്. സത്യം പറഞ്ഞാലേ ആരിഫ് ഹുസൈൻ ഒന്നല്ല ഇസ്ലാമിന്റെ ശത്രു, ഇതേപോലുള്ള ദജ്ജാലുകളെയാണ്. ആർപിക്ക് ശരിക്ക് മണ്ടനാണ്. കാര്യം എന്താ പറയുക, ആർപിക്ക് അറിയാതെ ഇസ്ലാമിന് വേണ്ടി PR വർക്ക് ചെയ്തോണ്ടിരിക്കുക. കാരണം ഈ ചങ്ങായി വലിയ വായിൽ മണ്ടത്തരൊക്കെ വിളിച്ചു പറയും. അപ്പൊ ആരിഫിന്റെ ശിങ്കടികൾ വെച്ച് ബാക്കി വഴി പോണവരൊക്കെ ഇങ്ങനെയുണ്ട് ഇസ്ലാമിൽ എന്ന് പറഞ്ഞിട്ട് അതിനെ കുറിച്ച് പഠിക്കും. അപ്പൊ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് ഇസ്ലാമിലോട്ട് കടന്നു വരും. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇസ്ലാമിന്റെ ഉള്ളിൽ തന്നെയുള്ള തലപ്പാവ് ധരിച്ച ചില ഇതേപോലുള്ള ദജ്ജാലുകളെയാണ്. എന്താ പറഞ്ഞത്, നബി നടന്നു പോകുമ്പോൾ ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിലും തലാഖ് ചെല്ലൽ നിർബന്ധമാണ്. ആ പെണ്ണിനെ നബിക്ക് വിവാഹം കഴിക്കാന്നുള്ളതാണ്. എത്ര സീരിയസ് ആയിട്ടുള്ള ആരോപണമാണ് ഈ ഉന്നയിക്കണമെന്ന് അറിയോ? ഞാൻ ഈ ദജ്ജാലിനെ എങ്ങനെ തന്നെ പറയും. ഇതിനൊന്നും ഉസ്താദ് എന്ന് പറയാൻ കൊള്ളത്തില്ല. ഉസ്താദ്മാർക്ക് വരെ ചീത്തപ്പേരാണ്. ഞാൻ ഈ ദജ്ജാലിനെ വെല്ലുവിളിക്കാണ്. ഈ ദജ്ജാലിനെ അനുകൂലിക്കുന്ന എല്ലാവരെയും ഞാൻ വെല്ലുവിളിക്കും. ഖുറാനിലോ ഹദീസിലോ ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു വചനമോ ആയത്തോ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ? എങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറയുന്ന പൈസ ഞാൻ വെച്ചുതരാം. ഇത്രയും ഗ്യാരണ്ടി ഞാൻ പറയുന്നു. പരിശുദ്ധ ദീനുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ആ പറഞ്ഞ സംസാരങ്ങൾ ഖുർആൻ ഹദീസ് പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് അത് അറിയുന്നവരാണ് സംസാരിക്കേണ്ടത്. അതുമായി ഒരു ബന്ധമില്ലാത്ത ആളുകൾ, ഈ ആളുകളൊക്കെ ഇറക്കുന്നത് ഇവരാണ്. ഈ പറഞ്ഞ നേൽവാദികളുടെ ടീമാണ് ഇതിൻ്റെ പ്രചാരകരെന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സംഭവം. ഒരു പിന്നെ റബീലവരിന് വയത് വലിയ ഉഷാറായിട്ട് പറയും. ഉമ്മയേക്കാൾ, ഉപ്പയേക്കാൾ, ഭാര്യയേക്കാൾ, മക്കളെക്കാൾ, ഇവരെക്കാളൊക്കെ സ്നേഹിക്കണം മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. ഹബീബായ തങ്ങളൊരു കാര്യം പറഞ്ഞാൽ ആ കാര്യത്തെ അംഗീകരിച്ച് നടപ്പിലാക്കണം. ഇതൊക്കെ പ്രസംഗിക്കും. പക്ഷേ ഇവർക്ക് യുക്തിവാദികളെ വരെ, മതയുക്തിവാദികളെ വരെ ഇറക്കിവിട്ട് പരിശുദ്ധ ദീനിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനം മനസ്സിലാക്കാതെ ഓരോന്ന് പറഞ്ഞു വരും. യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വഹാബികൾ ജീവിച്ച ഒരു ജീവിതം ഇവിടെ ഉണ്ട്. നിങ്ങൾ നോക്ക്, നിങ്ങളെ ഏത് യുക്തി കൊണ്ടാണ് ഇതൊക്കെ അളക്കാൻ കഴിയുക? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 53 വയസ്സുള്ള ആ കാലത്താണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ അവിടെ നിന്ന് വിവാഹം ചെയ്യുന്നത്. 6 വയസ്സുള്ള ചെറിയ മോള് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത്, ആയിഷയെ എനിക്ക് വിവാഹം ചെയ്തു തരാൻ അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്. നോക്ക് നിങ്ങൾ, ഇവരുടെ കണക്കനുസരിച്ച് ഇതെങ്ങനെ നടക്കും? 53 വയസ്സുണ്ട് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. കേവലം 6 വയസ്സുള്ള ആ ബീവിയെ കല്യാണം കഴിച്ചു തരാൻ പറയുമ്പോൾ എന്താ സിദ്ദീഖ് തങ്ങൾ ഇവരെ കണക്കനുസരിച്ച് മറുപടി കൊടുക്കേണ്ടത്? എന്തെങ്കിലും കുഴപ്പം പറഞ്ഞാൽ ഇന്ന് ഒഴിവാകല്ലേ. പക്ഷെ അത് ചോദിച്ചു കിട്ടിയല്ലോ എന്നാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിചാരിച്ചത്. അതൊരു വലിയ സംഭവമാണ്, വലിയ അനുഗ്രഹമാണ്. ഇപ്പം തന്നെ നിക്കാഹ് കഴിച്ചോളൂ, പിന്നെ അതിൽ വേറൊന്നുമില്ല, ഇപ്പം തന്നെ കൊണ്ടുപോയിക്കോളൂ എന്നല്ലേ പറഞ്ഞു. അപ്പം ഇത് നമ്മൾ ആരെക്കുറിച്ച് സംസാരിക്കുന്നു അത് പഠിക്കണം, ചിന്തിക്കണം. അതുകൊണ്ടാണ് ഈ വിഷയം പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഇമാമിങ്ങൾ വളരെ കൃത്യമായി, ഞാൻ ഏതാനും ചില ഗ്രന്ഥങ്ങൾ വായിക്കാം. പരിശുദ്ധ ഖുർആനും സുന്നത്തും പറഞ്ഞ് മഹബത്ത് പറയുന്നിടത്ത് വിശ്വാസികളോട് പറഞ്ഞതായത് അതവർ അംഗീകരിക്കേണ്ടതാണ്. അല്ലാത്തവരോട് ഇതിനെക്കുറിച്ച് എന്തു പറയാൻ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം പഠിപ്പിക്കുന്ന സ്ഥലത്ത് നമ്മളൊക്കെ പറയുന്ന ബുജൈരിമയുടെ ഒരു ഇബാറത്ത് ഞാൻ കൊണ്ടുവരാം. ആദ്യം ഹാഷിയത്തുൽ ജമലിൻ്റെ ഇബാറത്ത് ആദ്യം വായിക്കാം.
ബഹുമാനപ്പെട്ട സുലൈമാൻ ഇബ്നു അംർ ഇബ്നുൽ മൻസൂർ എന്നവരെഴുതി വതജിബു ഇജാബത്തുഹു അലാ ഇംറഅത്തിൻ റഗിബ ഫീഹാ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പെണ്ണിനെ വിവാഹം ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ ആ പെണ്ണിന് അതിന് ഉത്തരം ചെയ്യൽ നിർബന്ധമാണ്. വിവാഹം ചെയ്യാന്ന് പറയുമ്പോഴേക്ക് നമ്മൾ വിവാഹം ചെയ്യുന്നതിനോട് അതിനെ തുലനം ചെയ്യരുത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, ഹബീബായ തങ്ങൾക്ക് തങ്ങളുടേതായ രൂപത്തിലാണ് ആ ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിന് ഉത്തരം ചെയ്യാന്നുള്ളത് നിർബന്ധമാണ്. വഅലാ സൗജിഹാ ത്വലാഖുഹാ. എത്ര വ്യക്തമായിട്ട് നമ്മളെ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളൊക്കെ അത് ഭർത്താവുള്ള പെണ്ണാണെങ്കിൽ ഭർത്താവിന് നിർബന്ധമാണ് ത്വലാഖുഹാ, അവളെ ത്വലാഖ് ചൊല്ലൽ. വലഹു തസ്വീജു മൻ ശാഅ ലിമൻ ശാഅ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉദ്ദേശിച്ച പെണ്ണിനെ ഉദ്ദേശിച്ച ആൾക്ക് കെട്ടിച്ചു കൊടുക്കാൻ അധികാരമുണ്ട്. വലൗലി നഫ്സിഹി, അത് അവിടുത്തെ സ്വന്തം ശരീരത്തിനാണെങ്കിലും മിൻ ഗൈരി ഇദ്നിൻ, അവിടെ ഒരു വലിയിൻ്റെയും ആവശ്യമില്ല. വളരെ കൃത്യമായി ഫിഖ്ഹ് അത് രേഖപ്പെടുത്തുകയാണ്. ഇനി ഒരു കിതാബ് ഞാൻ വായിച്ചു. ഇനി രണ്ടാമത്തെ ഗ്രന്ഥം നോക്ക്. ഹിജ്റ 1000 വഫാത്തായ ഇമാം ശിഹാബുദ്ദീനുർ റംലി ഇതേ ഇബാറത്ത് വയജിബു ഇജാബത്തുഹു അലാ ഇംറഅത്തിൻ റഗിബ ഫീഹാ വഅലാ സൗജിഹാ ത്വലാഖുഹാ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞാൽ ആ ആവശ്യത്തിന് നിന്നുകൊടുക്കൽ നിർബന്ധമാണ്. ഭർത്തൃമതിയാണെങ്കിൽ ഭർത്താവിന് ത്വലാഖ് ചൊല്ലൽ നിർബന്ധമാണ്. ഇമാം റംലിയുടെ നിഹായ. ഇനി ഇതേ വിഷയം നിഹായത്തുൽ മുഹ്താജിലും അതേപോലെ പല കിതാബിലും കാണുന്നു. 2 കിതാബ് ഞാൻ വായിച്ചു. ഇനി നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു നോക്ക്. ബഹുമാനപ്പെട്ട ഇമാം അബ്ദുൽ മലിക് ബിൻ മുഹമ്മദ് ബിൻ ഇബ്രാഹിം നൈസാബൂരി ഹിജ്റ 407 വഫാത്ത്. അവർ ഞാൻ പറഞ്ഞ ഈ ഹദീസൊക്കെ കൊണ്ടുവരികയാണ്. ആയത്തും അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, നമ്മളെ ശരീരങ്ങളെക്കാൾ ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് നമ്മുടെ റസൂല്. വകദാ ഇൻ കാനത്ത് ദാത സൗജിൻ വജബ അലാ സൗജിഹാ ത്വലാഖുഹാ. ഇതാരാ പറയാത്തത്? എന്നിട്ട് അതിപ്പോൾ 407 വഫാത്തായ ഇമാമാണ് ആ പറയുന്നത്. ഇനി കുറച്ചും കൂടി ഇങ്ങോട്ട് പോയാൽ 751 വഫാത്തായ മഹാനരായ മുഹമ്മദ് ബിൻ അബൂബക്കർ ഇബ്നുൽ ഖയ്യിമുൽ ജൗസി, ഇബ്നു തൈമിയയുടെ ശിഷ്യൻ, അദ്ദേഹവും ഈ കാര്യം പറയുന്നു. ഈ വഹാബികളൊക്കെ ഏത് കിതാബ് നോക്കിയിട്ടാണ് ഇതൊക്കെ വായിക്കുന്നത്? ഇദാ വഖഅ ബസറുഹു അലാ ഇംറഅത്തിൻ വജബ അലാ സൗജിഹാ ത്വലാഖുഹാ. ഇനി ഞാൻ കൂടുതൽ ഗ്രന്ഥമൊന്നും അതിൽ വായിക്കുന്നില്ല. പ്രധാനപ്പെട്ട 1-2 കിതാബ് കൂടി വായിക്കാം. ഇബ്നുൽ മുലഖിൻ തങ്ങളുടെ ഗ്രന്ഥം, അതിൽ പ്രത്യേകം മഹാനവറുകൾ അത്തൗദീഹ് ലിശറഹിൽ ജാമിഅ് വമിൻ ഖസായിസിഹി അലൈഹി അഫ്ളലുസ് സ്വലാത്തു വസ്സലാം അന്നഹു ഇദാ റഗിബ ഫീ നിക്കാഹി ഇംറഅത്തിൻ ഫഇൻ കാനത്ത് ദാത സൗജിൻ വജബ അലാ സൗജിഹാ ത്വലാഖുഹാ. ഞാൻ പറയുന്ന സഹോദരങ്ങളെ, ഇത്രയും വ്യക്തമായി പറഞ്ഞ കാര്യം. ഇനി അവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു ഇമാമാണ് ഇമാം നബവി തങ്ങൾ. നബവി ഇമാമിൻ്റെ റൗദത്തു ത്വാലിബീൻ. വൈലിയമാരൊക്കെ ഇത്തരം ആളുകളുടെ ക്ലിപ്പും പിന്നെ ഷെയർ ചെയ്ത് നടക്കുകയാണല്ലോ. നിങ്ങൾക്ക് ഏത് യുക്തിവാദികളെയും പറ്റും സംഘടനാ വിരോധം, സംഘടനാ ഫാസിസം എന്നല്ലാതെ ഇതിനെന്താ പറയാനുള്ളത്? നബവി ഇമാം എഴുതുക അന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൗ റഗിബ ഫീ നിക്കാഹി ഇംറഅത്തിൻ ഫഇൻ കാനത്ത് ഖലിയത്തൻ ലസിമഹൽ ഇജാബത്തു അല സ്വഹീഹ്. ഒരു പെണ്ണിനെ വിവാഹം ചെയ്യണമെന്ന് മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചാൽ ഭർത്താവില്ലാത്ത പെണ്ണാണെങ്കിൽ ആ പെണ്ണിന് ഉത്തരം ചെയ്യൽ നിർബന്ധമാണ്. വഇൻ കാനത്ത് മുസവ്വജതൻ, അവൾ ഭാര്യയാണെങ്കിൽ വജബ അലാ സൗജിഹാ ത്വലാഖുഹാ ലിയൻകിഹഹാ, അവളെ വിവാഹം ചെയ്യാൻ വേണ്ടി ഭർത്താവ് ത്വലാഖ് ചൊല്ലൽ നിർബന്ധമാണ്. ഇമാം നബവി തങ്ങളുടെ റൗദത്തു ത്വാലിബീൻ. ഇനി ഞാനത് വായിക്കാൻ നിന്നാൽ എത്ര പറയാണ്ട്. ബഹുമാനപ്പെട്ട ഇമാം സക്കരിയ അൽ അൻസ്വാരി തങ്ങളുടെ അസ്നൽ മത്വാലിബ്, അതിൽ പിന്നെ ആയത്തൊക്കെ ഓതിയിട്ടാ. മറ്റേ ചങ്ങായി ചോദിച്ചല്ലോ, ദായത്തെ ഹദീസിൻ്റെ വെളിച്ചത്തിൽ പറഞ്ഞാൽ എന്തും തരാം. ഒന്നും തരണ്ടങ്ങളൊന്നും, നിങ്ങൾ നിങ്ങളെ പണിയെടുത്ത് നടന്നോളൂ. ദീന് പറയാൻ വരരുത്. ദീനുമായി ബന്ധപ്പെട്ട് മുഹിബ്ബീങ്ങൾ, ആഷിഖീങ്ങൾ അവരോട് സംസാരിക്കുമ്പോൾ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധികാരം പറയും, അവിടുത്തെ പ്രത്യേകതകൾ പറയും. അതിന് ഇവർക്കെന്താണ് കാര്യം? പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചക്കെന്ത് കാര്യം? ഇവിടെ ഇമാം നബവി തങ്ങൾ പറഞ്ഞു നോക്ക്. ഇമാം സക്കരിയ അൽ അൻസാരി തങ്ങൾ പറയുന്ന ഇബാറത്ത് വയജിബു അലാ സൗജിഹാ ത്വലാഖുഹാ ലിയൻകിഹഹാ ഖാലൽ മാവർദിയു ലിഖൗലിഹി തആല യാ അയ്യുഹല്ലദീന ആമനു സ്തജീബു ലില്ലാഹി വലിർറസൂലി ഇദാ ദഅാകും. ഇതൊക്കെ പഠിക്കാത്തതിന് ഞങ്ങളാണ് ഉത്തരവാദി.
ഇമാം മാവറദി അവർ ഈ ആയത്തോതുന്നു എന്ന് സക്കരിയ അൻസാരി തങ്ങൾ പറയാ, മുഅ്മിനീങ്ങളെ അല്ലും റസൂലും നിങ്ങളെ വിളിച്ചാൽ നിങ്ങൾ ഉത്തരം ചെയ്യണം. അപ്പൊ ഏത് വിളി അവർ വിളിച്ചാലും ഉത്തരം ചെയ്തോളണം. അതിൽപ്പെട്ടതാണ് ഈ വിളി. അതുകൊണ്ട് തന്നെ യജിബു അലാ സൗജിഹാ ത്വലാഖുഹാ. ഗസാലി ഇമാം ഇത് സ്ഥിരപ്പെടുത്തി. ലഅല്ല സിർറ ഫീഹി മിൻ ജാനിബി സൗജി ഇംതിഹാനു ഈമാനിഹി. ഇത് ഭർത്താവിന് ഒരു പരീക്ഷണം കൂടിയാണ്. അയാളെ ഈമാൻ പൂർണ്ണമാണോ എന്ന് നോക്കാനാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടം പരിഗണിക്കുന്നുണ്ടോ എന്ന് നോക്കാനാണ് എന്ന് സക്കരിയ അൻസാരി തങ്ങൾ പറയുന്നു. അപ്പോൾ ഖുർആനിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇമാമിങ്ങളത് സ്ഥിരപ്പെടുത്തുകയാണ്. ഇനി നോക്കുങ്ങൾ, ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു അതേ ഇബാറത്ത് കൊണ്ടുവരുന്നു. ഇങ്ങനെ നമ്മളങ്ങ് നോക്കിയാൽ ഇത് പറയാത്ത, ഇത് ചർച്ച ചെയ്യാത്ത ഇമാമിങ്ങൾ ആരാ ഇവിടെ ഉള്ളത്? ഇസ്സുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം തങ്ങൾ അവരുടെ അൽ ഗായത്തു ഫി ഇഖ്തിസാരിൻ നിഹായ എന്ന ഗ്രന്ഥം, വലൗ റഅംറഅതൻ ഫവഖഅതു മിൻഹു ബിമൗഖിൻ ലസിമ സൗജഹാ ത്വലാഖുഹാ. ഇത് പറയാത്ത ആരുമില്ല കൂട്ടുകാരെ. ബഹുമാനപ്പെട്ട ഖാദി അബൂബക്കർ ഇബ്നുൽ അറബി തങ്ങൾ അവര് അള്ളാഹിന്റെ റസൂലിന്റെ പ്രത്യേകത എങ്ങനെ പറയുമ്പോൾ, അൽ ആശിർ ഇദാ വഖഅ ബസറുഹു അലാ ഇംറഅത്തിൻ വജബ അലാ സൗജിഹാ ത്വലാഖുഹാ. ഇങ്ങനെ ഒക്കെ ഒരേ അർത്ഥം. ഇതിൻ്റെ ഒക്കെ തുടക്കം ഹിജറ 505 വഫാത്തായ ഇമാം ഗസാലി തങ്ങളുടെ അൽ വസീത്ത്, ഷാഫിഈ മദ്ഹബിലെ വലിയ ഗ്രന്ഥം, ഇതേ ഇബാറത്ത് ഇദാ വഖഅ ബസറുഹു അലാ ഇംറഅത്തിൻ ഫവഖഅതു മിൻഹു മൗഖിയൻ വജബ അലാ സൗജി തത്ലീഖുഹാ എന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഇബാറത്ത്. അങ്ങനെ തുടങ്ങി എത്ര ഇബാറത്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് പറഞ്ഞാൽ മതി. 200ഓളം ഇബാറത്തുകൾ ഞാനിതിൽ ശേഖരിച്ചിട്ടുണ്ട്. എല്ലാം കൂടി വായിക്കേണ്ടതില്ല. ഇമാം നബവി, ഇമാം ഗസാലി, ഇമാം സക്കരിയ അൽ അൻസാരി, ഇവരുടെ നേതാവായ ഇബ്നുൽ ജൗസി, അതേപോലെ തന്നെ നിഹായത്തുൽ മുഹ്താജ്, അതുപോലെ ഏതൊക്കെ ഫിഖഹിൻ്റെ കിതാബുണ്ടോ, അതുപോലെ ഖുർത്തുബി, അല്ലാമ ഖുർത്തുബി അവിടുത്തെ തഫ്സീറിൽ ഇത് പ്രത്യേകം രേഖപ്പെടുത്തി. അതവർ തെളിവായി കൊണ്ട് തന്നെ ഉദ്ധരിച്ചു. അഹ്കാമുൽ ഖുർആൻ എന്ന ഗ്രന്ഥത്തിൽ അൽ ആശിർ ഇദാ വഖഅ ബസറുഹു അലാ ഇംറഅത്തിൻ വജബ അലാ സൗജിഹാ ത്വലാഖുഹാ. അപ്പോൾ ഇതൊക്കെ ഞാൻ പറയാൻ കാരണം, സൂചിപ്പിക്കാൻ കാരണം, ഇതൊക്കെ യുക്തിവാദികൾക്കും മതയുക്തിവാദികൾക്കും ഇട്ടുകൊടുത്ത് നമ്മളെന്തോ പറയുന്നത് അബദ്ധമാണ് എന്ന് വരുത്തി തീർത്ത് എന്തൊക്കെയോ സംഭവമാക്കാനുള്ള നിയൽവാദികളുടെ ശ്രമവും വിലപ്പോവുകയില്ല. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും ഇമാമിയങ്ങളുടെ ഖൗലിൻ്റെയും അടിസ്ഥാനത്തിലുള്ള ചർച്ചകളാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഓരോ പെണ്ണിനെയും കാണുമ്പോൾ ആഗ്രഹിക്കുന്നോ, അതങ്ങനെ ചെയ്യണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു എന്നൊന്നല്ല പറഞ്ഞ് മഹബ്ബത്തിൻ്റെ ആഴം പറയുകയാണ്. മഹബ്ബത്തിൽ അവിടെ എല്ലാം ഫനാ ചെയ്യുകയാണ്. എല്ലാം അവിടെ ഒന്നുമില്ല. സ്വന്തം ശരീരം തന്നെ അല്ലല്ലോ. യുദ്ധത്തിന് ഇറങ്ങാൻ വേണ്ടി പറയുമ്പോൾ ഇറങ്ങുകയാണല്ലോ സ്വഹാബികൾ. പിന്നെ അവിടെ ശരീരം തന്നെ നോക്കണില്ല. എന്നിട്ടല്ലേ അവിടെ നിന്ന് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇതിപ്പോൾ ഇന്ന് നമ്മൾ മാത്രമല്ല, ഇന്ന് വളരെ ഭംഗിയായി കാസിമിയുടെ ഒരു പ്രസംഗം ഇന്ന് വന്നിട്ടുണ്ട്. അതൊന്ന് കേട്ടു നോക്കൂ നിങ്ങൾ. ലാസ്റ്റ് എന്ന് പറഞ്ഞത് ലയിച്ചതാണ്. നബി എന്ത് പറഞ്ഞാലും, നബി വന്ന് പറഞ്ഞത് ഉമ്മുറുമാൻ ആണ് അന്ന് സിദ്ദീഖിന്റെ ഭാര്യ. അപ്പൊ നബി വന്ന് പറഞ്ഞത് സിദ്ദീഖിനോട് പറയണത് എന്താണ്? ഉമ്മുറുമാനെ നാളെ തൊലാക്കല്ലിട്ട് 3 പിന്നെ ഹൈല് കഴിഞ്ഞാൽ എനിക്ക് കെട്ടിച്ചേരാൻ വേണ്ടി അള്ളാഹിനെ നിയമുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെയും അള്ളാഹുവേ പഠിച്ചോനെ ആ ഭാഗ്യം എനിക്ക് കിട്ടിയല്ലോ എന്നാണ് ആര് പറയാ? അതാണ് ഫനാ, ഇതാണ് സിദ്ദീഖിയത്ത്. ഇത് നിസ്കാരം കൊണ്ട് കിട്ടൂല. നിസ്കരിച്ചിട്ട് വലിയ യോഗം വിചാരിക്കാനുണ്ട, കള്ള വലിയായിരിക്കും. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകളോട് പറഞ്ഞു കൊടുക്കുന്ന വാചകങ്ങളാണിത്. ഇതിൽ ഈ ഇസ്കും മഹബത്തൊന്നുമില്ലാത്ത ആളുകൾക്ക് എന്ത് കാര്യം? ഇത് അവർക്ക് കൊടുക്കുന്ന ഈ നിയൽവാദികളെ കാര്യം അതിലും വലിയ അപകടം. ഈ പറഞ്ഞ ഇമാമിങ്ങളൊക്കെ കള്ളന്മാരാ. ഈ പറഞ്ഞ ആയത്തു ഹദീസൊക്കെ പ്രശ്നക്കാരാ? അല്ല, അതാ മഹബത്തിൽ പറയുന്ന സംഗതിയാണ്. ഇതെങ്കിലും മനസ്സിലാക്കുക. അതൊന്നും പറഞ്ഞ് ഞങ്ങളെടുത്ത് വരണ്ട. പിന്നെ ചിലർ പറയും അതൊക്കെ പറഞ്ഞാൽ പരിഹസിക്കൂല ആളുകൾ. ഞാൻ ചോദിക്കട്ടെ, പരിശുദ്ധ ഖുർആനിലെ എത്ര ആയത്തുകൾ വെച്ച് ഇവിടെ പരിഹസിക്കുന്നുണ്ട്, കളിയാക്കുന്നുണ്ട്? ഏതെല്ലാം ആയത്തുകൾ യുക്തിവാദികൾ ട്രോളുന്നുണ്ട്? ആ ജബ്ബാർ മാഷ പ്രസംഗമൊക്കെ ഖുർആൻ ക്ലാസ് അറിഞ്ഞ തന്നെ അയാൾ അവതരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനി നമ്മൾ ഖുർആൻ ഓതണ്ടാന്ന, ഹദീസ് ഓതണ്ടാന്ന്. അപ്പം അടുത്ത് ഒരു ചങ്ങായി പറഞ്ഞല്ലോ, ഒരു മൊയിലാർ,
ഞാൻ അതിന് ശക്തമായ മറുപടി മിനിയാന്ന് കൊടുത്തിരുന്നു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൻ്റെ പ്രത്യേകതകൾ പറയാൻ പാടില്ല. ഒരു തലയെക്കെട്ട് കെട്ടിയ മുസ്ലിയാർ വന്നിട്ട് പറഞ്ഞു. അതൊക്കെ കേട്ടാൽ ആളുകൾ പിന്നോട്ട് പോവുക ചെയ്യുക, ഇസ്ലാമിലേക്ക് വരും. ഇതൊക്കെ പണ്ടേ ഈ റഷീദ് ഇലതനെ പോലുള്ളവർ പറഞ്ഞതാ. റഷീദ് ഇലതല്ലേ മുജാഹിദിൻ്റെ നേതാവ്. അയാളുടെ തഫ്സീറിൽ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഖുർആനൊക്കെ ഉഷാറുണ്ട്, പക്ഷേ മൂസാ നബിൻ്റെ ചരിത്രവും ഈസാ നബിൻ്റെ ചരിത്രവും ഇതൊന്നും ഖുർആനിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപാട് യൂറോപ്യന്മാർ ഇസ്ലാമിലേക്ക് വരുമായിരുന്നു. അങ്ങനെ യൂറോപ്യന്മാർ ഇസ്ലാമിലേക്ക് വന്നിട്ട് ഞമ്മക്കെന്താ കാര്യം? ഇപ്പോൾ ഈസാ നബിൻ്റെ ചരിത്രമൊക്കെയാണ് വെട്ടുക, മൂസാ നബിൻ്റെ ചരിത്രം വെട്ടുക. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വൈവാഹിക ജീവിതവുമായി ബന്ധപ്പെട്ട് ആയിഷ ബീവിയുടെ സംഭവം വെട്ടുക. അതേപോലെ അവിടുത്തെ മഹബത്തിലായി എന്തിനധികം പറയണടോ? മദീനക്കാരായ സ്വഹാബികൾ ചെയ്ത ത്യാഗം ചരിത്രത്തിൽ രേഖപ്പെട്ടതല്ലേ? മക്കക്കാരായ മുഹാജിറുകൾ മദീനയിൽ വന്നപ്പോൾ അവർ ഭാര്യയില്ല, മക്കളില്ല, മുതലില്ല, എല്ലാം ഒഴിവാക്കി വന്നതാ. മദീനക്കാരായ സ്വഹാബികൾ 2 ഭാര്യയുള്ളവർ ഒരു ഭാര്യയെ തൊലാക്ക് ചൊല്ലിയിട്ട് സ്വന്തം സഹോദരന് കെട്ടിച്ചു കൊടുത്ത ചരിത്രമുള്ളതാ. ഓൽക്ക് പറ്റാഞ്ഞിട്ടല്ല, കൂട്ടുകാരന് വേണ്ടിയിട്ട്. പിന്നെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിഷയം പറയണോ? ആ ഓർഡറിന് വേണ്ടി കാത്തിക്കല്ലേ ആണും പെണ്ണും. ഭർത്താവിനേക്കാൾ എത്ര ഇഷ്ടപ്പെട്ട ആളാ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യനേക്കാൾ എത്ര ഇഷ്ടം വേണം? അവിടെ പിന്നെന്ത് ഭാര്യ, എന്ത് ഭർത്താവ്, എന്ത് ശരീരം? ഷെയർ ചെയ്യുന്ന മൊയ്ലിയമാരെ കഥയാണ് എനിക്ക് അത്ഭുതം തോന്നിയത്. അതിന് മശായിഖുമായിട്ടൊരു ബന്ധം വേണം. മഹബത്ത് അവരിൽ നിന്ന് പഠിക്കണം, മഹബത്ത് അവരിൽ നിന്ന് മനസ്സിലാക്കണം. ആ മഹബത്തിൽ ഒന്നുമില്ല എന്നിടത്തേക്ക് എത്തിയവരാണവർ. ഇതാ അവരായിട്ടൊരു ബന്ധമില്ല, ഒക്കെ അവനാൻ തന്നെ മതിയല്ലോ. അങ്ങനെ ചിന്തിച്ച് ശരീരത്തിൻ്റെ പ്രത്യേകത വരെ പറയണ്ട എന്നുള്ളിടത്തേക്ക് എത്തിച്ചു വരും. എവിടെ എത്തി കാര്യങ്ങൾ? അപ്പം അതുകൊണ്ട് ഇതിലൊന്നും മറ്റുള്ളവർക്ക് വേറൊന്നുമില്ല. ഞങ്ങളാ പറയുന്നത് ദീനിൻ്റെ നിയമമാണ്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനമാണ്. അത് അള്ളാഹ് അയച്ച ആളാ, അള്ളാഹുവിൻ്റെ ഖലീഫയാ, അള്ളാഹ് പറഞ്ഞയച്ച ആളാണ്. എല്ലാവർക്കും സ്വന്തം ശരീരത്തെക്കാളേറെ ബന്ധപ്പെട്ട ആളാ. ശരീരം വരെ ആ നേതാവിന് വേണ്ടി ത്യജിച്ചോളണം. അതാണ് പരിശുദ്ധ ദീൻ, അതാണ് മഹബത്ത്. അത് നോമ്പിന് അല്ല റബീഉൽ അവ്വലിന് പ്രസംഗം എഴുതി കൊടുത്ത് പറഞ്ഞാൽ പോരാ. ഹത്ത അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. സ്വന്തം പിതാവ് അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹിൻ്റെ ചരിത്രം നോക്ക്. സ്വന്തം പിതാവ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ വന്നപ്പോൾ ആ പിതാവിനെതിരെ യുദ്ധം ചെയ്ത് വിജയിച്ച ചരിത്രമുള്ളവരാണോ സ്വഹാബികൾ? ഇതിലൊക്കെ യുക്തിവാദികൾക്ക് എന്ത് കാര്യം? ഇതിലൊക്കെ വഹാബികൾക്ക് എന്ത് കാര്യം? ഇതിലൊക്കെ നിയൽവാദികൾക്ക് എന്ത് കാര്യം? ഇതൊക്കെ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ആളുകൾ പരസ്പരം സംസാരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഞാനൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം.